യുദ്ധവാർത്തകളിലേക്കാണ്. സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. അൽ ജൗഫ് ഭാഗത്ത് ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. ലക്ഷ്യം കാണും മുമ്പ് ഡ്രോൺ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ചെങ്കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതി സൗദി അരാംകോ കൂട്ടി. ഹോർമുസ് കടലെടുക്കിന് പകരമായി യാംബു തുറമുഖം വഴി എണ്ണ കയറ്റുമതിക്കും നീക്കമുണ്ട്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് ചേർന്നു. ജലീൽ, ഇന്നൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അല്പം സ്ഥിതി ശാന്തമായിരുന്നു. പക്ഷേ സൗദിയിൽ വിടാതെ ഇറാൻ പിടിക്കുന്നുണ്ട്. ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ തുടരുന്നു. പക്ഷേ എല്ലാം പ്രതിരോധിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത വരുന്നു. നിലവിൽ അവിടെ സ്ഥിതി എന്താണ്? അതോടൊപ്പം തന്നെ ഈ പറയുന്ന എണ്ണ കയറ്റുമതി അത് വരെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. അൾട്ടർനേറ്റീവുകൾ ബദലുകൾ തേടുന്നു. ഹോർമുസ് കടലെടുക്ക് ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യത്തേക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റിയേക്കാൾ ഏതൊക്കെ തരത്തിൽ ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്? അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും? സുഹൈൽ, സൗദി അറേബ്യയുടെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധ സേന വളരെ വിജയകരമായി തടഞ്ഞു. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലും മധ്യമേഖലയിലുമുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വച്ചായിരുന്നു ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ. ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അൽ ജൗഫിലെ ആക്രമണ ശ്രമമാണ്. അൽജോഫിന്റെ കിഴക്കൻ മേഖല ലക്ഷ്യമാക്കി വന്ന ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു. പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ രാത്രിയുടെ തുടക്കത്തിൽ റിയാദിന് സമീപമുള്ള അൽഖർജ് മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം. അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ 3 ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ സൗദിയുടെ കരുത്തുറ്റ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഇവയെല്ലാം തകർത്തു. സൈനിക താവളങ്ങളെ കൂടാതെ റസ്തന്നൂറിയിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാല ഉൾപ്പെടെയുള്ള സാമ്പത്തിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും തകർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. രാജ്യത്തെ ദൈനംദിന ജീവിതം തികച്ചും സാധാരണ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സൗദി അറേബ്യയുടെ ഈ എണ്ണ വിതരണം ഇപ്പോൾ ഹോർമസ് കടലെടുക്ക് പ്രതിസന്ധിയിലായ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ബദൽ മാർഗം കണ്ടെത്താനുള്ള ശ്രമമാണ് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കരുത്തുറ്റ ഒരു പൈപ്പ് ലൈൻ തയ്യാറായി കഴിഞ്ഞു. ഈ പടിഞ്ഞാറൻ മേഖലയിലെ യാംബു വഴി ഈ എണ്ണ ഈ ആഗോള വിപണിയിലേക്ക് എത്തിക്കാനാണ് സൗദിയുടെ ശ്രമം നടക്കുന്നത്. 50 ലക്ഷം ബാരൽ എണ്ണ ഇതിന് വിതരണം ചെയ്യാനുള്ള ശേഷി ഇതിനുണ്ടാവും. അത് 65 ലക്ഷത്തിലേക്ക് താമസിയാതെ വളർത്താനും സാധിക്കും എന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. പ്രധാന ഉപഭോക്താക്കളായ ഏഷ്യൻ രാജ്യങ്ങളോട് ചെങ്കടൽ തീരത്ത് നിന്ന് ഈ എണ്ണ സ്വീകരിക്കാൻ സൗദി അറാംകോ ഇതിനോടകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ലോകത്തെ 20% എണ്ണയും വാതകവും ഒക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ പാത ഇനിയിപ്പോൾ തടസ്സപ്പെട്ടാലും ആഗോള വിപണിയിൽ എണ്ണ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ സൗദിയുടെ ഈ ഒരു പുതിയ നീക്കം സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വയം എന്തായാലും എണ്ണ കയറ്റുമതിക്ക് ബദൽ മാർഗങ്ങൾ തേടുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് പൈപ്പ് ലൈൻ അടക്കം വഴി ചെങ്കടൽ വഴിയൊക്കെ എണ്ണ എത്തിക്കാനാകുമെന്ന ശ്രമം സൗദി തുടരുന്നു. അതേസമയം തന്നെ ഇറാന്റെ ആക്രമണം പക്ഷെ അതെല്ലാം കൃത്യമായി പ്രതിരോധിക്കാൻ സൗദിക്കാകുന്നു എന്ന വാർത്ത കൂടിയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ജലീൽ കണ്ണമംഗലം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.